പ്രതിരോധത്തിൽ ഇന്ത്യ ചരിത്രം സൃഷ്ടിക്കുകയാണ്. പരിവർത്തനത്തിന്റെ ഒരു ദശകം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രതിരോധത്തിൽ സ്വയം ആശ്രയിക്കലിലൂടെ ഇന്ത്യ വലിയ നേട്ടങ്ങൾ തന്നെയാണ് കൊയ്തത്. നയപരമായ മാറ്റങ്ങളെ തുടർന്ന് പ്രതിരോധ രംഗത്ത് മികച്ച മാറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. കാലഹരണപ്പെട്ട ആയുധങ്ങൾക്ക് പകരം സാങ്കേതിക വിദ്യയെ സ്വാധീനിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചു. അതേപോലെ ഇറക്കുമതിയിൽ കുറവ് വരുത്താനുള്ള ശ്രമമെടുത്തു. ഇതെല്ലാം അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഒരു ദശകമായി തന്നെയാണ് നിലകൊള്ളുന്നത്. പ്രതിരോധ മേഖലയിലാണ് ഈ കാര്യം എന്നുള്ളത് എടുത്തു പറയണം. ഈ വർഷങ്ങളിൽ പ്രതിരോധ നിർമ്മാണത്തിലുള്ള ഇന്ത്യയുടെ സമീപനം അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിരുന്നു മേഖല. 2014 മുമ്പുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും ഇപ്പോഴത്തേതും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് വേണം പറയാൻ. മോദി സർക്കാരിന്റെ ആത്മനിർഭരതയുടെ മുന്നേറ്റം പ്രതിരോധ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു എന്ന് തന്നെ പറയാം. 2020 ചൈനയുമായുള്ള നിലപാടും വളർന്നു വരുന്ന ആഗോള അരക്ഷിതാവസ്ഥയും റഷ്യ ഉക്രൈൻ യുദ്ധവും പിന്നീട് ഇസ്രായേൽ ഹമാസ് സംഘർഷവും മൂലം സ്വയം പര്യാപ്തതയുടെ ആവശ്യം കൂടുതൽ ശക്തി പ്രാപിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ആ തിരിച്ചറിവ് വലിയ രീതിയിൽ ഉണ്ടായി. പ്രതിരോധത്തിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം ശക്തിപ്പെടുത്താനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെ ഈ സംഭവങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. സ്വകാര്യ വ്യവസായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ ഉപകരണങ്ങളുടെ തദ്ദേശീയ രൂപകൽപ്പന, വികസനം, നിർമ്മാണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തത്. സ്പെയർ പാർട്സുകൾ, ഉപസംവിധാനങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തടയാൻ പോസിറ്റീവ് സ്വദേശിവൽക്കരണ ലിസ്റ്റുകളും സർക്കാർ പ്രഖ്യാപിച്ചു. മറുവശത്ത് പ്രതിരോധ മേഖലയിലെ വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചു. ഇത് ഒരു ദശാബ്ദം മുമ്പുള്ള 1320 കോടി അപേക്ഷിച്ച് 2014 ശേഷം 2871 കോടി രൂപയായിട്ട് ഉയർന്നു. ഈ മാറ്റങ്ങളെ തുടർന്ന് പ്രതിരോധ നിർമ്മാണം കാലഹരണപ്പെട്ട ആയുധങ്ങളെ മാറ്റി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വെണ്ടർമാരും ഉപഭോക്താക്കളും തമ്മിലുള്ള സഹകരണം വളർത്തിയെടുത്തു. സാമ്പത്തിക പരാധീനതകൾ കാരണം പണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്റ്റാർട്ടപ്പുകളുടെ മുളപൊട്ടലായിരുന്നു മറ്റൊരു കാര്യം. ഇപ്പോൾ പ്രതിരോധ ബഹിരാകാശ രംഗത്ത് ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളുണ്ട്. അവയിൽ ചിലത് അടുത്ത തലമുറ കോർപ്പറേറ്റ് ഭീമന്മാരായി വളരാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. 3 സായുധ സേനകളുടെ തലവനായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന തസ്തികയും വിഭവങ്ങളുടെ ഒപ്റ്റിമൽ വിനിയോഗത്തിനും ത്രിസേനകൾക്കിടയിൽ സംയുക്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സൈനിക കാര്യ വകുപ്പും സൃഷ്ടിച്ചുകൊണ്ട് ഘടനാപരമായ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് ഉയർന്ന നിരക്കായ 21,083 കോടി രൂപയിൽ എത്തിയതിൽ വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അത് കഠിനമായ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 15,920 കോടി രൂപയായിരുന്നപ്പോൾ 32.5% വളർച്ച. 2013-14 സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രതിരോധ കയറ്റുമതി 31 മടങ്ങ് വർദ്ധിച്ചതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ അർമേനിയയ്ക്ക് റോക്കറ്റ് സംവിധാനങ്ങളും ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈലുകളും നൽകുന്നുണ്ട്. മറ്റു പല രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾക്കും മറ്റുമായിട്ടും ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത്രത്തോളം ഡിമാൻഡ് ഉണ്ടായി എന്ന് വേണം പറയാൻ. വലിയ താല്പര്യമാണ് ഇന്ത്യൻ ആയുധ സംവിധാനങ്ങൾ വാങ്ങാൻ രാജ്യങ്ങൾ കാണിക്കുന്നത്. ആഗോള സമൂഹം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയതിന്റെ പ്രോത്സാഹജനകമായ സൂചനകൾ മാത്രമല്ല ഇത്. സൗഹൃദ രാജ്യങ്ങൾക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകുന്നതിൽ നിന്ന് സർക്കാർ പിന്തിരിയില്ല എന്ന രാഷ്ട്രീയ പ്രതിരോധ പ്രസ്താവനയും ഇതിലുണ്ട്. പ്രതിരോധ കയറ്റുമതിക്ക് ഊർജ്ജം നൽകുന്നതിന് ആഫ്രിക്ക, ഫിലിപ്പീൻസ്, അർമേനിയ, പോളണ്ട് എന്നിവിടങ്ങളിലെ ഡിഫൻസ് അറ്റാച്ചുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ സജീവമായ സൈനിക നയതന്ത്രത്തിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും മികച്ച മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രതിരോധ മേഖലയുടെ മുഖം തന്നെ മാറ്റിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ലോകം ഉറ്റുനോക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതികളിൽ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിൽ ലോകം അതീവ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ കഴിവിൽ, മിടുക്കിൽ ലോകം അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും പ്രതിരോധ രംഗത്ത് വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, പരിഷ്കാരങ്ങൾ ഉണ്ടാകട്ടെ. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം ഒന്നാമതെത്തട്ടെ. അതേപോലെ തന്നെ ഇറക്കുമതി ഏറ്റവും അധികം കുറയ്ക്കുവാനും സാധിക്കട്ടെ.